റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. 2-3 ആളുകൾ പ്രത്യേകമായ രോഗവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചാണ്. നല്ല കൂട്ടുകാർ നമുക്കുണ്ട് എങ്കിൽ ഒരു വേള സ്വർഗത്തിലേക്ക് വരെ എത്താൻ നമുക്കത് നിമിത്തമായി മാറും എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. നേരെ മറുവശമാണ് ദുഷിച്ച കൂട്ടുകാർ എന്നത്. തെറ്റായ കൂട്ടുകാർ നമുക്ക് ദോഷമല്ലാതെ മറ്റൊന്നും വരുത്തുകയില്ല. നമ്മുടെ വിശ്വാസം വരെ തെറ്റിപ്പോകാനും സ്വർഗം നഷ്ടപ്പെടാനും നരകാവകാശികളായി മാറാനും വരെ ചീത്ത കൂട്ടുകാർ ഒരുപക്ഷെ നമുക്ക് നിമിത്തമായി മാറിയേക്കാം. സൂറത്തുൽ സുഖ്റൂഫിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, അൽഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ഖിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ, അൽഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ, കൂട്ടുകാരെല്ലാം ശത്രുക്കളായി മാറും. സൗഹൃദങ്ങൾ എല്ലാം മുറിഞ്ഞ് അതെല്ലാം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ എന്ന മുത്തഖീങ്ങളായ ആളുകൾ മാത്രമാണ് ദുനിയാവിലെ ബന്ധങ്ങൾ നാളെ പരലോകത്തും ഉപകാരപ്രദമായി മാറുന്നവർ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു, കുല്ലു സദാഖത്തിൻ വസഹാബത്തിൻ ലിഗൈരില്ലാഹി തആല ഫഇന്നഹാ തൻഖലിബു യൗമൽ ഖിയാമത്തി അദാബതൻ ഇല്ലാ മാ കാന ലില്ലാഹി അസ്സ വജല്ല. ദുനിയാവിൽ എന്തെല്ലാം ബന്ധങ്ങളും ഏതെല്ലാം സൗഹാർദ്ദവും സഹോദര്യവും എന്തെല്ലാം ഉണ്ടായിരുന്നു അത് മുഴുവനും ഫഇന്നഹാ തൻഖലിബു യൗമൽ ഖിയാമത്തി അദാബതൻ, നാളെ പരലോകത്ത് അതെല്ലാം ശത്രുതയായി മാറുമെന്നാണ്. ഇല്ലാ മാ കാന, പടച്ച റബ്ബിന് വേണ്ടിയുള്ള ബന്ധങ്ങളല്ലാത്ത ബാക്കി മുഴുവൻ ബന്ധങ്ങളും നാളെ പരലോകത്ത് ശത്രുതയായി മാറുന്നു. ദുനിയാവിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പലതും ചെയ്തത്, അവർക്ക് വേണ്ടിയാണ് പലതും ചെയ്യാതെ മാറി നിന്നത്. സുഹൃത്തിനെ പിണക്കാതിരിക്കാൻ, അയൽവാസിയെ പിണക്കാതിരിക്കാൻ, അടുത്ത ബന്ധുക്കളെ തെറ്റിക്കാതിരിക്കാനൊക്കെയാണ് പലപ്പോഴും പടച്ച റബ്ബിന്റെ കൽപ്പനകൾ പോലും നാം തൽക്കാലം മാറ്റിവെച്ചത്. ആ ബന്ധങ്ങളൊക്കെ നാളെ ശത്രുതയായി മാറുന്നു. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ, അഥവാ പടച്ച റബ്ബിന് വേണ്ടിയുള്ള ബന്ധങ്ങൾ, ആദർശ ബന്ധങ്ങൾ, ദീനിന്റെ പേരിലുള്ള തൗഹീദിന്റെ പേരിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മാത്രമാണ് ബാക്കിയാവുക. ഫഇന്നഹു ദായിമുൻ ബിദവാമിഹി, ആ ബന്ധങ്ങളാവട്ടെ നിത്യമായി ഉപകാരപ്പെടുന്ന ശാശ്വതമാകുന്ന ബന്ധങ്ങളാവുകയും ചെയ്യുമെന്നാണ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പഠിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ച ഹദീസ് ഇമാം തിർമിദി മറ്റ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ
വചനത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. നല്ല കൂട്ടുകാരൻ അവൻ കസ്തൂരി വാഹകരെ പോലെയാണ് എന്നത്. ഒന്നുകിൽ പണം കൊടുത്ത് വാങ്ങാം, അതല്ലെങ്കിൽ അവന്റെ വക ഫ്രീ ആയി കിട്ടിയേക്കാം, അതുമല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു നല്ല വാസനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അഥവാ അയാളിൽ നിന്ന് നന്മയല്ലാതെ സുഗന്ധമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല കസ്തൂരി വാഹകനിൽ നിന്ന്. എന്നാൽ ഹദീസിന്റെ ബാക്കി ഭാഗം അതാണ്. ദുഷിച്ച കൂട്ടുകാരന്റെ ഉപമ എന്നത് കനാഫിഖിൽ കീർ, ഒരു ആലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ് എന്നാണ്. തീയിലിട്ട് ഇരുമ്പുകളെ കാച്ചിയെടുക്കുന്ന കൊല്ലപ്പണിക്കാരന്റെ ഉപമയാണ് ദുഷിച്ച കൂട്ടുകാരൻ. അയാളെ കൂടെ അവിടെ പോയാലും ഇരിക്കാറില്ല. കൊല്ലന്റെ ആലയിൽ ഒരാളും അയാളുമായി സംസാരിക്കാൻ, അയാളുമായി കൂട്ടുകൂടിക്കൊണ്ട് അവിടെ പോയിരിക്കാറില്ല. മറ്റു പല കടയിലും നമ്മൾ പോയിരിക്കാറുണ്ട്, പക്ഷേ ഒരു ആലയിൽ പോയിട്ട് ആരും ഇരിക്കാറില്ല. എന്താ കാരണം? അവിടെ ഇരുന്നാൽ ഒന്നുകിൽ അയാളുടെ ആ തീപ്പൊരി മാറി എന്റെ വസ്ത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓട്ടയാവാൻ സാധ്യതയുണ്ട്. അതൊന്നുമല്ലെങ്കിൽ അവിടെ ദുർഗന്ധമാണ്, വിയർപ്പും ആ തീയിന്റെ സ്മെല്ലും എല്ലാം കൂടിയായി അവിടെ ഒരു നല്ല അന്തരീക്ഷമല്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാന്യന്മാരാരും അത്തരം സ്ഥലത്ത് പോയി ഇരിക്കാറില്ല. ഇരുന്നാൽ അയാൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ദോഷമല്ലാതെ ഒരു നേട്ടം അവിടുന്ന് ഉണ്ടാകാനുമില്ല. ഇതാണ് ദുഷിച്ച കൂട്ടുകാരന്റെ ഉദാഹരണമെന്നാണ്. അവന് കൂടെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളല്ലാതെ നന്മയിലേക്കുള്ള പ്രചോദനമായി അത്തരം കൂട്ടുകാർ ഉണ്ടാവാറില്ല. മാത്രവുമല്ല, ഇത്തരം ദുഷിച്ച ബന്ധങ്ങളാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അതിന് ദോഷങ്ങൾ ധാരാളമായി പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചത് കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നമ്മുടെ അഖീദയിൽ തന്നെ ദോഷമുണ്ടാക്കാൻ അത്തരം ബന്ധങ്ങൾ നിമിത്തമായി മാറുമെന്നാണ്. വിശ്വാസം പഴിച്ചു പോകാൻ, എല്ലാ തെറ്റിലേക്കും എല്ലാ ശിർക്കിലേക്കും എല്ലാ കുഫ്റിലേക്കും വരെ അത്തരം കൂട്ടുകാർ നമ്മെ കൊണ്ടുപോയേക്കാം. അങ്ങനെ അതുവഴി നിന്റെ വിശ്വാസങ്ങളിൽ പോലും സംശയമുണ്ടാക്കി തരും. എന്താ ഇസ്ലാം അങ്ങനെ, എന്താ ഇതിലിങ്ങനെ, എന്താ മതം പഠിപ്പിച്ചത് ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ തെറ്റിക്കാൻ പോലും ചിലപ്പോൾ ചില ബന്ധങ്ങൾ കാരണമായി മാറിയേക്കാം. അയാളുമായുള്ള ബന്ധങ്ങളാണ് ഒരാളെ ഈമാൻ തെറ്റിപ്പോയത് എന്ന് പറയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഏതെങ്കിലുമൊക്കെ വികല ചിന്തയുള്ള ആളുകൾ, നിരീശ്വരവാദമുള്ള ആളുകൾ, സ്വതന്ത്ര ചിന്തയുള്ള ആളുകൾ, ലിബറൽ ചിന്താഗതിക്കാർ, അവരുമായൊക്കെ സ്നേഹം നിർത്തുമ്പോൾ ഒരുപക്ഷെ അവസാനം നഷ്ടപ്പെടുക നമ്മുടെ ഈമാനായിരിക്കും. ഇസ്ലാമിനെ കുറിച്ച് തന്നെ അയാൾ തമ്മിൽ സംശയമുണ്ടാക്കി തരും. പല ലിങ്കുകളും ഷെയർ ചെയ്യും, പല പ്രഭാഷണം അയച്ചു തരും, പല ചോദ്യങ്ങൾ തരും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെന്നില്ല, നമ്മുടെ പക്കൽ അതിന് മാത്രം അറിവുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുകയും അത് പിന്നീട് സംശയമായി സന്ദേഹമായി അവസാനം മതം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ നിമിത്തമായി മാറിയേക്കാം. ദുഷിച്ച കൂട്ടുകാർ തിന്മയിലേക്കാണ്, തോന്നിവാസങ്ങളിലേക്കാണ്, ഹറാമിലേക്കാണ് നമ്മെ നയിക്കുക. ഒരിക്കലും നന്മയുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയില്ല. അവനുമായി കൂട്ടുകൂടുമ്പോൾ, അവനുമായി ഒന്നിച്ചിരിക്കുമ്പോൾ, അവനുമായി സംസാരിക്കുമ്പോൾ, അവനുമായി ഇടപഴകുമ്പോൾ നന്മയെക്കുറിച്ചല്ല അവന് പറയാനുണ്ടാവുക. എപ്പോഴും തിന്മയിലേക്കാണ് പ്രേരിപ്പിക്കുക. നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അത്തരം ആളുകൾ പരിശ്രമിക്കുക. മാത്രവുമല്ല, അവനുമായുള്ള ആ സഹവാസങ്ങൾ പോലും തിന്മക്കാണ് പലപ്പോഴും പ്രചോദനമായി മാറുക. അവനുമായി കൂടുമ്പോഴാണ് പല തോന്നിവാസങ്ങളും പഠിക്കുക, പല തോന്നിവാസങ്ങളിലേക്കും ചിന്ത പോവുക. അത്തരം ആളുകളുമായി കൂട്ടുകൂടുമ്പോഴാണ്. നല്ല വഴിക്ക് പോകുമ്പോൾ ഇല്ലാത്ത ദുഷിച്ച ചിന്തകൾ അത്തരം ആളുകളുമായി കൂടുമ്പോഴാണ് അവന്റെ പ്രചോദനം, അവന്റെ പ്രേരണ. നീ എന്താ ഇങ്ങനെ, ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് നോക്ക്, ആസ്വദിക്ക് എന്ന് പറഞ്ഞ് തിന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക അത്തരം ആളുകളാണ് എന്നാണ്. മാത്രവുമല്ല, ദുഷിച്ച കൂട്ടുകാരുമായുള്ള ബന്ധങ്ങൾ അതിനേക്കാൾ മോശമായ ആളുകളിലേക്ക് ആ ബന്ധം വളർന്നു പോകാൻ, അങ്ങനെ ചീത്തയുടെ വലിയ വലയത്തിലേക്ക് കൊണ്ടുപോകാൻ, തെറ്റായ ദുഷിച്ച മനുഷ്യന്മാരുമായി കൂടുതൽ അടുപ്പമുണ്ടാകാൻ അത് നിമിത്തമായി മാറും. അവനിൽ മാത്രം ഒതുങ്ങയില്ല. അവന്റെ ബന്ധങ്ങളൊക്കെ ദുഷിച്ച മനുഷ്യന്മാരുമായിട്ടായിരിക്കും. അവന്റെ ഇടപാടുകളെല്ലാം അത്തരം സാഹചര്യങ്ങളിലേക്കായിരിക്കും. അങ്ങനെ ഇവനുമായുള്ള ബന്ധം മറ്റൊരാളെ പരിചയപ്പെടാൻ കാരണമാകും, അത് വേറൊരാളെ പരിചയപ്പെടാൻ കാരണമാകും. അങ്ങനെ അവസാനം തിന്മകൾ മാത്രം പറഞ്ഞ ലോകത്തേക്ക് എത്തിപ്പെടാനും അത്തരം ആളുകളുമായി സഹവസിക്കാനും
അത്തരം ആളുകളുമായി ബന്ധമുണ്ടാക്കി മെല്ലെ 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 നന്മയുടെ വഴിയിൽ അവൻ അകന്നുപോയി തിന്മയുടെ വഴിയിലേക്ക് അവനെ കൊണ്ടുപോകാനാണ് പലപ്പോഴും ഇതൊക്കെ നിമിത്തമായി മാറുക. മാത്രമല്ല മറുവശത്ത് നല്ല മനുഷ്യന്മാരുമായി ബന്ധങ്ങൾ കുറയുകയും ചെയ്യും. ചീത്ത ആളുകളുമായി ബന്ധം കൂടുന്തോറും നല്ല മനുഷ്യന്മാരുമായി ബന്ധം കുറയും. അത്തരം മജ്‌ലിസുകളിൽ നിന്ന് അകന്നു പോകും. പള്ളികളുമായി ബന്ധം കുറയും. നന്മയുടെ സ്ഥലങ്ങൾ, നന്മയുടെ മജ്‌ലിസുകൾ, നന്മയുടെ സാഹചര്യങ്ങൾ, അതിൽ നിന്നെല്ലാം പിറകോട്ട് പോയി തിന്മയിലേക്ക് അവൻ പൂർണ്ണമായും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രവുമല്ല അവന്റെ കൂടെ കൂടുമ്പോൾ അതിൽ നിന്ന് ഒരു അർത്ഥത്തിലുമുള്ള നന്മകൾ അവന് ലഭിക്കാനില്ല എന്നാണ്. അങ്ങനെ ദുനിയാവിൽ അവസാന ശ്വാസം വരെ അവൻ തിന്മയിൽ തന്നെ അവനെ ഉറപ്പിച്ചു നിർത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ് കാരണമായി മാറുക. പണ്ഡിതന്മാർക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണമാണ് അബൂ ത്വാലിബിന്റെ ഉദാഹരണം. നബിയെ 42 കൊല്ലം സംരക്ഷിച്ചവരാണല്ലോ അബൂ ത്വാലിബ്. പക്ഷെ ബന്ധങ്ങളൊക്കെ അവിടുത്തെ ഖുറൈശികളുമായും മുശ്രിക്കീങ്ങളുമായും അബൂജഹലുമായും ആ നിലക്കുള്ള ആളുകളുമായിട്ടാണ് വലിയ വലിയ ബന്ധങ്ങളൊക്കെ നിലനിർത്തിപ്പോകുന്നത്. നബി തങ്ങളുടെ ദീന് ശരിയാണെന്ന് ബോധ്യമായിട്ടും ആ ബന്ധങ്ങളെ അവസാനിപ്പിക്കാതെ ആ ബന്ധങ്ങൾ നിലനിർത്തിപ്പോയി അവസാനം മരിക്കാൻ കിടക്കുന്ന അവസാന ദിവസങ്ങളിൽ പോലും നബി തങ്ങൾ വന്ന് പറഞ്ഞുവല്ലോ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നു പിതൃവ്യാ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, കലിമത്തൻ ഉഹാജ്ജു ബിഹാ ഇൻദല്ലാഹ്. ആ വചനം വെച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒരു ന്യായം പറഞ്ഞു നോക്കാം. നിങ്ങൾ അത് പറഞ്ഞു മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചങ്ങ് മരിച്ചാൽ ആ കലിമത്ത് വെച്ച് എനിക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒന്ന് ന്യായം പറഞ്ഞു നോക്കാമല്ലോ. നിങ്ങൾ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ കൂട്ടുകാരെ അബൂജഹൽ അടക്കമുള്ള ആളുകളാണ് പിന്തിരിപ്പിച്ചത് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അവരെല്ലാം കൂടെയുണ്ട്. അവർ ചോദിച്ചു, അല്ല അബൂ ത്വാലിബ്, ഈ മരിക്കാൻ സമയത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ആ പൂർവികന്മാരുടെ വഴി ഒഴിവാക്കിക്കൊണ്ട് ഈ പുത്തൻവാദത്തിലേക്ക് മാറി ഞങ്ങളെ വശലാക്കിയിട്ട് മരിച്ചു പോകരുത് കേട്ടോ എന്ന് ഉപദേശിക്കുകയും ആ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം അബ്ദുൽ മുത്തലിബിന്റെ അതേ മില്ലത്തിലാണ്, അതേ വഴിയിലാണ് എന്റെ വാപ്പ എന്റെ കാരണന്മാരുടെ അതേ വഴിയിൽ തന്നെയാണ് ഞാനുള്ളത് എന്ന് അവർക്ക് വേണ്ടി മാത്രം പറയുകയും നബിയോട് പറഞ്ഞു, മോനെ എനിക്കറിയാം മുഹമ്മദ് നബി കൊണ്ടുവന്ന ദീനാണ് ലോകത്തേറ്റവും ഖൈറായ മതമെന്ന് എനിക്കറിയാം. പക്ഷേ ആളുകളെ ആക്ഷേപവും പരിഹാസവും അവരുടെ എന്നെ കുറിച്ചുള്ള എന്ത് വിചാരിക്കുമെന്ന തോന്നലും അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നോ ഇത് പ്രഖ്യാപിക്കുമായിരുന്നുവല്ലോ, ഞാൻ സ്വീകരിച്ച് അംഗീകരിച്ച് കൂടെ കൂടുമായിരുന്നുവല്ലോ. പക്ഷേ ഇത് സ്വീകരിച്ചാൽ അവർക്ക് എന്താ പറയാ, അവരൊക്കെ എന്താ വിചാരിക്കുക, ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ എന്നെ പറ്റി എന്താ വിചാരിക്കുക, ആ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ, ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിത് എന്നോ തീരുമാനിച്ച് അംഗീകരിച്ച് കൂടെ കൂടുമായിരുന്നുവെന്ന് പറഞ്ഞ് ആ കുഫറിലായി മരിച്ചു പോകുന്ന അബൂ ത്വാലിബിനെ ചീത്ത കൂട്ടുകാരെ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ദുനിയാവെന്ന് പോകുന്ന അവസാന സമയത്തും ഈമാനിലേക്ക് വരാൻ സമ്മതിക്കാതെ കുഫറിന്റെ വഴിയിൽ തന്നെ ഉറച്ചു നിർത്തി ആ വഴിയിൽ തന്നെ മരിപ്പിക്കാൻ ശ്രമിച്ച സുഹൃത്ത് ബന്ധമാണ് അബൂ ത്വാലിബിന് ലഭിച്ചത്. ചീത്ത കൂട്ടുകാർ നന്മയിലേക്കല്ല നമ്മെ നയിക്കുക എന്നർത്ഥം. നമ്മെ തിന്മയുടെ വഴി കൊണ്ടുപോയി എല്ലാ ഹറാമിലേക്കും എല്ലാ തോന്നിവാസത്തിലേക്കും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന മട്ടിൽ നമ്മെ നയിച്ചു കൊണ്ടുപോകാനാണ് അവരൊക്കെ പരിശ്രമിക്കുക എന്നത് പ്രത്യേകമായി ഓർക്കുക. മാത്രവുമല്ല നല്ല ആളുകളുമായുള്ള സഹവാസങ്ങളിൽ എപ്പോഴും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകും. ദിക്റുകളും ദുആകളും തസ്ബീഹും സ്വലാത്തും പ്രാർത്ഥനകളും നല്ല ഉപദേശങ്ങളും സതുപദേശങ്ങളും ഇതാണ് നല്ല മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ കിട്ടുകയെങ്കിൽ ദുഷിച്ച ആളുകളുമായി ഇടപഴകുമ്പോൾ എപ്പോഴും പടച്ച റബ്ബിനെ വിസ്മരിക്കുന്ന സംസാരങ്ങളെ ഉണ്ടാവുകയുള്ളൂ, തോന്നിവാസത്തെ കുറിച്ചുള്ള സംസാരങ്ങളെ ഉണ്ടാവുകയുള്ളൂ, വിനോദങ്ങളും കളിയും തമാശകളുമാണ് അവിടെ ഉണ്ടാവുക. അത് സമയം പാഴാക്കൽ കൂടിയാണ്. ഒരു ഉപകാരവും ഇല്ലാത്ത ദോഷം മാത്രമുള്ള വഴികളിൽ തന്റെ സമയം പാഴാക്കൽ കൂടിയാണ് ആ നിലക്കുള്ളത്. അബ്ദുറഹ്മാൻ സഈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വബിൽ ജുംല ഫമുസാഹബത്തുൽ അസ്റാരി മദറ മിൻ ജമീഇൽ വുജൂഹി അലാ മൻ സ്വഹബഹും എന്നാണ്. ദുഷിച്ച ആളുകളുമായുള്ള സഹവാസങ്ങൾ എല്ലാ അർത്ഥത്തിലും അത് ദോഷം മാത്രമേ ഉണ്ടാക്കൂ. ഏത് വഴിക്ക് നോക്കിയാലും ഒരു നന്മ അതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അയാളുമായി ബന്ധം സ്ഥാപിച്ച ശേഷം ഒരു ഉഷാറായി അവൾ നന്നായി എന്ന് പറയാൻ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നന്മ അയാളിൽ കാണുകയില്ല. ഏത് വഴിക്ക് നോക്കിയാലും തിന്മ മാത്രമേ ഉള്ളൂ. അവരുമായി ഇടപഴകുന്ന
ആളുകൾക്കെല്ലാം ഷർറ് മാത്രമാണ് അതുവഴി ഉണ്ടാവുക. ഫകം ഹലക ബിസബബിഹിം അഖ്വാമുൻ, ഈ ദുഷിച്ച കൂട്ടുകാർ കാരണമായി എത്രയെത്ര ആളുകളാണ് പഴിച്ചു പോയത്, എത്ര സമൂഹങ്ങളാണ് നാശത്തിലേക്ക് എത്തിയത്. വകം അഖാദു അസ്ഹാബഹും ഇലൽ മഹാലികി മിൻ ഹൈസു ലാ യശ്ഉറൂൻ, തങ്ങളുടെ കൂട്ടുകാരെ നരകത്തിന്റെ വഴിയിലേക്ക്, ദോഷത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയ എത്ര സുഹൃത്തുക്കളാണ് ലോകത്തുള്ളത് എന്നാണ്. നമുക്കതിൽ പാഠമുണ്ട് എന്ന് പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക. അബുൽ അസ്വദ് അലി പറഞ്ഞു, മാ ഖലഖല്ലാഹു ഖൽഖൻ അളർറ മിന സ്വാഹിബി സൂഇ എന്നാണ്. ദുഷിച്ച കൂട്ടുകാരനേക്കാളും മോശമായ ഒരു സൃഷ്ടിയെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മോശമായവൻ ദുഷിച്ച കൂട്ടുകാരനാണ് എന്നാണ്. സ്വഹാബിമാർ അബൂ ദർ ഗിഫാരി നൽകുന്ന ഉപദേശങ്ങളിൽ കാണാം, അൽ വഹ്ദതു ഖൈറും മിൻ ജലീസി സൂഇ, ദുഷിച്ച കൂട്ടുകാരനേക്കാൾ നല്ലത് ഒരു കൂട്ടുകാരമില്ലാതെ ഏകനായി ജീവിക്കലാണ്. ഒരാളുമില്ല, ആരുമായും ചങ്ങാത്തമില്ല, ആരുമായും ബന്ധമില്ല, അവന് ഏകനാണ്, ഒറ്റക്കാണ്. എന്നാലും അതാണ് ഖൈറ് മിൻ ജലീസി സൂഇ, ദുഷിച്ച കൂട്ടുകാർ ഉണ്ടാകലാണോ അല്ല ഒരു കൂട്ടുകാരനും ഇല്ലാത്തതാണോ ഖൈറ് ചോദിച്ചാൽ ആരുമില്ലാത്തതാണ് എന്ന് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ദേശങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സഹോദരങ്ങൾ, ദുഷിച്ച ആളുകളുമായുള്ള ബന്ധങ്ങൾ, ദുഷിച്ച തിന്മയുടെ സാഹചര്യങ്ങൾ അവിടുന്നെല്ലാം പൂർണ്ണമായും മാറി നിൽക്കേണ്ടതുണ്ട്. അത് കൂട്ടുകാർ മാത്രമല്ല, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയകളിൽ എല്ലാ ഗ്രൂപ്പിലും പോയി കയറേണ്ടവരല്ല നമ്മൾ, എല്ലാ ലിങ്കും പോയി ഓപ്പൺ ആക്കേണ്ട ആളുകളല്ല നമ്മൾ. നമുക്കത് ദോഷമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആ വഴിയിലേക്ക് പോകേണ്ട കാര്യമില്ല. പലതും വരും മൊബൈൽ ഫോണിലേക്ക്. ഏറ്റവും വലിയ ഫിത്ന പലപ്പോഴും മൊബൈൽ ഫോൺ നിമിത്തമായിട്ടാണ് ഉണ്ടായി വരുന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കാണുന്ന എല്ലാ ലിങ്കിലും കയറി, കാണുന്ന എല്ലാ സൈറ്റിലും കയറി, ഏത് തോന്നിവാസങ്ങളും കണ്ട്, അശ്ലീലകൾ കണ്ട്, അനാവശ്യമായി സമയം പാഴാക്കുന്ന എല്ലാത്തിന്റെയും പിന്നാലെ പോയിട്ട് ദോഷമല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് വന്നു ചേരാനില്ല. സമയം പാഴാകുന്നു, കണ്ണുകൾ ഹറാമിലേക്ക് പോകുന്നു, അതുവഴി ഈമാൻ കുറയുന്നു, ഹൃദയത്തിന് കാപ്പട്യം വർദ്ധിക്കുന്നു, നിഫാഖ് ഉണ്ടാകുന്നു, അവസാനം നമ്മൾ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ സുഖ്റഫിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വിശ്വാസികളായ കൂട്ടുകാരും അവിശ്വാസികളായ കൂട്ടുകാരും നമ്മൾ ഉപമ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, വിശ്വാസികളായ കൂട്ടുകാരിൽ ഒരാൾ മരണപ്പെട്ടു, അവന് സ്വർഗീയമായ അനുഭൂതിയിലേക്ക് എത്തുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് അവൻ പറയും, റബ്ബേ എന്റെ കൂട്ടുകാരനുണ്ട്, അവനും നീ ഒരു സൗഭാഗ്യം നൽകണേ എന്നും അവൻ പറയും. അതേസമയം ദുഷിച്ച തിന്മയിലും തെമ്മാടിത്തത്തിലും തോന്നിവാസത്തിലും കുഫറിലുമെല്ലാം പരസ്പരം സഹായിച്ചും സഹകരിച്ചു നിന്ന കൂട്ടുകാരാണ് എങ്കിൽ അതിലൊരാൾ മരിക്കുകയും മറ്റൊരാൾ ബാക്കിയാവുകയും ചെയ്യുകയും ഈ മരിച്ചവൻ നരകാവകാശിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവൻ പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുമെന്നാണ്, റബ്ബേ എനിക്കുണ്ട് ഒരു കൂട്ടുകാരൻ, അവൻ എന്നെ കൽപ്പിച്ചിരുന്നത് നിനക്ക് ധിക്കാരം പ്രവർത്തിക്കാനാണ്, നബിതങ്ങൾ പഠിപ്പിച്ചത് ഒഴിവാക്കി അതെതിര് ചെയ്യാനാണ് അവൻ എന്നെ കൽപ്പിച്ചത്. അവൻ എല്ലാ തിന്മയും കൽപ്പിക്കുമായിരുന്നു, എല്ലാ നന്മയിൽ നിന്നും എന്നെ മുടക്കുമായിരുന്നു. അത്തരമൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. പടച്ച റബ്ബിനെയൊന്നും കണ്ടുമുട്ടുകയില്ല, പരലോകമൊന്നുമില്ല, എന്ത് പരലോകമിടോ, എന്ത് സ്വർഗം, എന്ത് നരകം, അതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ഉപദേശിക്കുമായിരുന്നു. അതുകൊണ്ട് റബ്ബേ റബ്ബേ എനിക്ക് ശേഷം അവന് ഹിദായത്ത് നൽകേണ്ട റബ്ബേ, ഞാൻ എത്തിപ്പെട്ട ഇതേ ഭയാനകമായ നരകാഗ്നിയിലേക്ക് അവനും എത്തട്ടെ റബ്ബേ എന്ന് ഈ കൂട്ടുകാരൻ ഇവനെതിരായി പടച്ച റബ്ബിനോട് അവർ വെച്ച് പറയുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അവിടെ വെച്ച് പരസ്പരം പിന്നീട് കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരായിരുന്നുവല്ലോ തിന്മയിൽ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്താണ് പറയാനുള്ളത് പറയുക എന്ന് പറയുമ്പോൾ ഇവര് പറയുന്ന വാക്ക് ബിഇസൽ അഖു വബിഇസ സാഹിബു വബിഇസൽ ഖലീൽ, എത്ര മോശപ്പെട്ട കൂട്ടുകാരനാണ്, എത്ര മോശപ്പെട്ട സഹവാസിയാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. സഹോദരങ്ങളെ, അത്തരം ബന്ധങ്ങൾ നമുക്ക് ആവശ്യമില്ല. നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെടുക, നന്മയുടെ സന്ദർഭങ്ങളിൽ, നന്മയുടെ സദസ്സുകളിൽ, നന്മയുടെ സാഹചര്യങ്ങളാണ് നാം എത്തിപ്പെടേണ്ടത്. അതല്ലാതെ എവിടെയും പോയി ആരുമായും കൂടി ആരുടെ പിന്നാലെയും ഒപ്പം കൂടിയിട്ട് അവരെല്ലാം പറഞ്ഞത് കേട്ട് അവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്ന, അവർക്ക് വേണ്ടി കൂടെ കൂടുന്ന, തുള്ളുന്ന, ഹറാമും ഹലാലും നോക്കാതെ ഹക്കും ബാത്തിലും നോക്കാതെ പോകുന്ന ആളുകൾ നാളെ പരലോകത്ത് അവന്റെ വിലാപം അല്ലാഹു തആല പറയുന്നുണ്ട്.
അക്രമികളായി ജീവിച്ച മനുഷ്യന്മാർ നാളെ പരലോകത്ത് കൈകടിക്കുന്ന ദിവസമാണ് എന്നാണ്. സങ്കടം കാരണം, ഖേദം കാരണം കൈകടിക്കുന്നവർ അവന് പറയുന്നു, റസൂലിന്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു റബ്ബേ. മാത്രമല്ല, ആ ഇന്ന ആളുകളൊക്കെ ഞാൻ കൂട്ടുകാരാക്കി സ്വീകരിച്ചു പോയി, നഷ്ടമായി പോയി, ഖേദമായി പോയി. ഞാൻ അവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു. എനിക്ക് ഉത്ബോധനം വന്നു കിട്ടിയതാണ്, ഹിദായത്തിന്റെ വഴി എനിക്ക് കിട്ടിയതാണ്. പക്ഷേ അവനാണ് എന്നെ പഠിപ്പിച്ചത്, അവന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ആ മാർഗം നഷ്ടമായത്. തൗഹീദിന്റെ വഴിയിൽ നിന്ന് പോകാൻ നിമിത്തമായത് ആ കൂട്ടുകാരനാണ്. ഷിർക്കിന്റെ വഴിയിലേക്ക്, കുഫറിന്റെ വഴിയിലേക്ക്, ഹറാമിന്റെ വഴിയിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക്, തിന്മയിലേക്ക്, ലഹരിയിലേക്കെല്ലാം എന്നെ കൊണ്ടുപോയത് ആ കൂട്ടുകാരനാണ്. അവന്റെ കൂടെ കൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് നാളെ പരലോകത്ത് കൈകടിച്ചുകൊണ്ട് വിലപിക്കുമെന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. പക്ഷെ ആ വിലാപം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ട് നരകത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക. ദുനിയാവിലും ദോഷമാണ്, പരലോകത്തും ദോഷമാണ്. ഒരു നന്മയും അതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. നല്ല കൂട്ടുകെട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുമെങ്കിൽ ചീത്ത കൂട്ടുകെട്ട് നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരുമായി ബന്ധപ്പെട്ട് നല്ല മനുഷ്യന്മാരുമായി സഹവസിച്ച് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, വിശ്വാസിയുമായിട്ടല്ലാതെ നല്ലവരുമായിട്ടല്ലാതെ നീ കൂട്ടുകൂടരുത് എന്ന നിബിധങ്ങളുടെ ആ അധ്യാപനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ജീവിതത്തിൽ അത്തരം ഒരു മാറ്റത്തിന് നമ്മളെല്ലാം തയ്യാറാവുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മളൊക്കെ പലരുടെയും കൂട്ടുകാരുമാണ്. നമ്മൾ കൂട്ടുകാരാണ് പല ആളുകൾക്കും. നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല കൂട്ടുകാരനായി മാറുക? നമ്മളുമായി സഹവസിക്കുന്ന, നാമുമായി ചങ്ങാത്തം കൂടുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു നല്ല കൂട്ടുകാരനായി മാറുക? അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ പോവുക എന്നതല്ല നല്ല കൂട്ടുകാർ. പലപ്പോഴും അങ്ങനെയാണ്. നല്ല കൂട്ടുകാരൻ, നല്ല മനുഷ്യ പറഞ്ഞാൽ ആരോടും എതിർപ്പില്ല, ആരെയും എതിർക്കില്ല, ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല, അയാളെ ഗുണത്തിലുമില്ല ദോഷത്തിലുമില്ല, നല്ലൊരു മനുഷ്യരാണെന്ന് പറയും. അല്ല, അതല്ല നല്ല മനുഷ്യൻ. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ തന്റെ സുഹൃത്തിന്റെ പോരായ്മകളെ, ദോഷങ്ങളെ, തിന്മകളെ അവനെ ബോധ്യപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അയാൾ തിന്മയുണ്ട്, ഇത് തിന്മയാണെന്ന് അവനോട് നിൽക്കുന്നതിനെ പറയുക, വഷളാക്കാനല്ല, അവനെ മോശാക്കാനല്ല, അവനെ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ. നാളെ പരലോകത്ത് അവൻ നരകാവകാശിയാക്കൂടാം, അവൻ സ്വർഗത്തിലേക്ക് എത്തണം. അവന്റെ ആ വിശ്വാസം അവന് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അവന്റെ ആ ചിന്താഗതി അത് നഷ്ടമാണ്, ദോഷമാണ്. ഞാൻ അവന്റെ കൂട്ടുകാരനായിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല, ബോധ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അതാണ് നല്ല കൂട്ടുകാരൻ. അവന്റെ തിന്മകളെ കാണുകയും അത് അവനെ ബോധ്യപ്പെടുത്തുകയും ആ തിന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനെയാണ്. തന്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കും. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചതാണ്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബേ, നീ എനിക്ക് കൊടുത്തതാ, എനിക്ക് മാത്രമല്ല കഴിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വാസിയോട് ഒരു പകയും ഒരു വിദ്വേഷവും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മനസ്സിന്റെ ഉടമയാണ് ഒരു നല്ല വിശ്വാസി എന്നുള്ളത്. നമുക്ക് നല്ല കൂട്ടുകാരനാവാൻ കഴിയണം. തന്റെ കൂട്ടുകാരന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് അവനെ പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ. അപ്പോഴാണ് ആ ബന്ധം
നാളെ പരലോകത്തേക്ക് ഉപകാരപ്രദമായി മാറുക. അല്ലാതെ അവന്റെ സുഹൃത്താണ്, ഇത് പറഞ്ഞാൽ ഇനി തെറ്റിപ്പോകുമോ, ഇത് പറഞ്ഞാൽ അതൊരു ആ ബന്ധം അവസാനിക്കുമോ എന്ന് പേടിച്ച് അവൻ എല്ലാ തിന്മക്കും ഒത്താശ പാടി അവനെ കൂടെ കൂടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പൊ നമ്മൾ നല്ല കൂട്ടുകാരാവുക, നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവുക, അതാണ് നമ്മുടെ ആവശ്യം. നമ്മൾ നല്ല കൂട്ടുകാരാവുക, നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവുക, നമ്മൾ ദുഷിച്ച കൂട്ടുകാരാവാതിരിക്കുക, നമുക്ക് ദുഷിച്ച കൂട്ടുകെട്ടുകളും ഇല്ലാതിരിക്കുക. ദുനിയാവ് ക്ഷണികമാണ്, ഇതവസാനിക്കും. ദുനിയാവ് അവസാനിക്കും, നമ്മുടെ ഓരോരുത്തരെയും ആയുസ്സും അവസാനിക്കും. അത് യാഥാർത്ഥ്യമാണ്. രണ്ട് ഖിയാമത്താണ്, ഒന്ന് ഖിയാമത്ത് സുഗ്റ, മറ്റൊന്ന് ഖിയാമത്തുൽ കുബ്റ. ചെറിയ ഖിയാമത്ത്, വലിയ ഖിയാമത്ത്. ചെറിയ ഖിയാമത്തിൽ പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും മരണമാണ് അവന്റെ ഖിയാമത്താണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഖിയാമത്തായി, അവന്റെ കഴിഞ്ഞു, അവന് ദുനിയാവുമായി ബന്ധമില്ല, അത് അവസാനിച്ചു. എല്ലാ ബന്ധങ്ങളും, എല്ലാ കൂട്ടുകെട്ടും, സുഹൃത്തുക്കളും, കുടുംബങ്ങളും, കച്ചവടങ്ങളും, ഏർപ്പാടും, സമ്പത്തും, സമ്പാദ്യങ്ങളും, മക്കളും, ഭാര്യയും, ഭർത്താവും എല്ലാം കഴിഞ്ഞു. അതോടുകൂടി പിന്നെ അവൻ മാത്രമായി മാറി. ബർസഖി ലോകത്തേക്കുള്ള യാത്രയായി. പിന്നെ അവനായി, അവന്റെ അമലുമായി അവൻ ജീവിക്കുന്നു, മറ്റൊരാൾ അവനെ ഇടപെടുന്നില്ല. അപ്പൊ അവന്റെ ഖിയാമത്ത് അവന്റെ മരണത്തോടെയാണ്. അൽ ഖിയാമത്തുൽ കുബ്റ, വലിയ ഖിയാമത്ത് എന്നത് ലോകത്തിന്റെ അന്ത്യമാണ്. ഇസ്രാഫിൽ ഊതുന്ന ആ ഘട്ടം, അത് ലോകം മൊത്തം അവസാനിച്ചു, ദുനിയാവൊത്ത് അവസാനിച്ചു. ഒന്നാമത്തെ ഖിയാമത്തിൽ നമ്മളാകുന്ന വ്യക്തികൾ അവസാനിച്ചു. നമ്മുടെ ഖിയാമത്ത് ഒരു പക്ഷേ ഇന്ന് സംഭവിച്ചേക്കാം. നമ്മുടെ ഖിയാമത്ത് ഇന്ന് സംഭവിച്ചേക്കാം. ഈ നിമിഷം, ഈ അവസാനത്തെ വാക്കുകൾ പോലും പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ മരിച്ചു വീഴാൻ, അത് കേൾക്കാൻ കഴിയാതെ മരിച്ചു വീഴാൻ നമുക്കാർക്കും ഒരു പക്ഷേ സാധ്യതയുണ്ട്. അത് നമ്മുടെ ഖിയാമത്ത്. അതുവരെയാണ് ദുഷിച്ച ബന്ധങ്ങളെല്ലാം ഉണ്ടാവുക. എന്തിനു വേണ്ടി നാം ബന്ധങ്ങൾ സ്ഥാപിച്ചാലും പടച്ച റബ്ബിന് വേണ്ടി അല്ലാത്ത ദുനിയാവിന്റെ കാര്യത്തിലുള്ള ഏതു ബന്ധങ്ങളും നിലനിൽക്കുക നമ്മുടെ ഖിയാമത്ത് വരെ, നമ്മൾ കണ്ണു ചിമ്മുന്നത് വരെ. അതുകൊണ്ട് കഴിഞ്ഞു. പിന്നെ അതിന്റെ ദോഷങ്ങളാണ് പിന്നെ അനുഭവിക്കാൻ പോകുന്നത്. നല്ല ബന്ധങ്ങളാണെങ്കിലോ, നല്ല ബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ബന്ധങ്ങൾ, മയ്യിത്ത് നിസ്കരിക്കൽ മാത്രമല്ല, എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഏതു സമയത്തും നമ്മുടെ നന്മകൾ അയവിറക്കുന്ന, നമുക്കൊരു ദോഷങ്ങളുമുള്ള അറിയുമെങ്കിൽ ആ ദോഷം ഒരു പക്ഷെ എടുത്തു പറഞ്ഞ് പടച്ചവനെ നീ അവനെ ശിക്ഷിക്കല്ല എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ബന്ധങ്ങൾ, അത് നമുക്ക് എന്നും ലാഭകരമാണ്. ലോകത്തിൽ ലാഭമാണ്, സ്വർഗത്തിലേക്ക് എത്താനും അത് നിമിത്തമായി മാറും. ആ കാഴ്ചപ്പാടാണ് ജീവിതത്തെ കുറിച്ചുണ്ടാവണം. അല്ലാതെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് കിട്ടാവുന്ന എല്ലാ സാഹചര്യം ഉപയോഗപ്പെടുത്തി തോന്നിയ പോലെ അതെല്ലാം അങ്ങ് അടിച്ചു പൊളിച്ചാൽ ദുനിയാവിൽ പക്ഷേ അത് രസമായേക്കാം. അത് ഇന്ന് മരിച്ചാൽ അതോടുകൂടി നഷ്ടമായി, ഖേദമായി തിരിച്ചെത്തുമെന്നാണ്. അക്രമി തന്റെ കൈ കടിക്കുന്ന ദിവസം എന്ന പ്രയോഗം വല്ലാത്ത പ്രയോഗം. കൈ കടിക്കുന്നത് അതൊരു പ്രയോഗമാണ്. ആ വേദനയാൽ സങ്കടമാണ്. അത് നമുക്ക് പരലോകമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. നിശ്ചയമായും പാരത്രികമായ ജീവിതമാണ് ശരിയായ ജീവിതം. ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും തമാശയുമായി അതിനെ കഴിഞ്ഞു പോകും. അത് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, നാളെ കൂടി കിട്ടി അതും കൂടി ആയി, അത്രയേ ഉള്ളൂ. ഓരോ നിമിഷം കഴിയുമ്പോ അത് കിട്ടി എന്ന് പറയാമെന്നല്ലാതെ അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. അവിടെ മുതൽ ആരംഭിക്കുന്ന അറ്റമില്ലാത്ത യഥാർത്ഥ ജീവിതം. ബർസഖും കഴിഞ്ഞ് മഹ്ശറും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തണം സഹോദരങ്ങളെ. നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മേക്കാൾ നഷ്ടപ്പെട്ടവർ മറ്റാരുമില്ല. അതുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് കൂടെ കൂട്ടേണ്ടത്. നരകത്തിലേക്കുള്ള വഴിയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒന്നുമായും എനിക്ക് ബന്ധമില്ല. അത് എത്ര വലിയവനായാലും എത്ര വലിയ സുഹൃത്താണെങ്കിലും ആരൊക്കെയാണെങ്കിലും ശരി, ഇല്ല, എന്റെ സ്വർഗം കളഞ്ഞുകൊണ്ട് എനിക്കൊരു ബന്ധം ആവശ്യമില്ല എന്ന തീരുമാനമാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ഈമാന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله